കൊച്ചിയിൽ രേഷ്മയുണ്ട്. രേഷ്മ, കൊച്ചി നഗരവും പ്രാണപ്രതിഷ്ഠയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മറ്റൊരു ദീപാവലിക്ക് കൂടി കൊച്ചി നഗരം സാക്ഷ്യം വഹിക്കുകയാണ്. എന്തൊക്കെയാണ് കൊച്ചിയിലെ ആഘോഷങ്ങൾ? എവിടെയൊക്കെയാണ് രാമജ്യോതി തെളിയിച്ചിരിക്കുന്നത്? രേഷ്മ ഇപ്പോൾ എവിടെയാണുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്? ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ രാമമന്ദിരം മുഖരിതമാണ് എല്ലായിടവും. അയോധ്യ, ഓരോ വീടും അയോധ്യയായി മാറുന്നു, ഓരോ ഭക്തനും രാമനായി മാറുന്ന സാഹചര്യം എല്ലാ വീടുകളിലും. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തിരുമല ദേവസ്വം ക്ഷേത്രത്തിലാണ്. അവിടുത്തെ ദീപക്കാഴ്ചയാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സീതാസമേതനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഫോട്ടോ വെച്ചാണ് അവർ ഈ ദീപം ഒരുക്കിയിരിക്കുന്നത്. ലക്ഷദീപമാണ്. അതായത് ഈ ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലും ഒക്കെ തന്നെ ഈ ദീപം തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ജ്ഞാനം കൊണ്ട് ഇല്ലാതെയാക്കുന്നതാണ് ദീപപ്രജ്വലനം എന്ന് പറയുന്നത്. അത്തരത്തിൽ ശ്രീരാമന്റെ ധർമ്മിഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തേജസ്സോട് കൂടി രാമരാജ്യത്തിലേക്ക് സാക്ഷാത്കരിക്കുക എന്നത് തന്നെയാണ് ഈ ദീപപ്രജ്വലനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും നൂറ്റാണ്ടുകളുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ കാത്തിരിപ്പിന്റെ ആ ഒരു വിരാമത്തിന്റെ അല്ലെങ്കിൽ ആ ശുഭമുഹൂർത്തത്തെ ഏവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ്. അതാണ് ഈ ദീപങ്ങളിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ഓരോ രാമഭക്തനും ഈ ക്ഷേത്രങ്ങളിൽ, വിവിധ ക്ഷേത്രങ്ങളിലെത്തി രാമജ്യോതി തെളിയിക്കുന്നു. എറണാകുളം ജില്ലയിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ രാമജ്യോതി തെളിയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഹൈന്ദവ ഭവനങ്ങളിലും രാമജ്യോതി തെളിയിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ ഭക്തരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, അവരുടെ ആ ഒരു സന്തോഷ നിമിഷത്തെ അവരെ ഏതു വിധത്തിലാണ് ഈ ഒരു ശുഭമുഹൂർത്തത്തെ കാണുന്നതെന്ന്. വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പ്, അത് ആ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അതിനോടനുബന്ധിച്ച ചടങ്ങുകളിലൊക്കെ തന്നെ വലിയ പങ്കാളിത്തം എല്ലായിടത്തു നിന്നും ഉണ്ടായി. അപ്പോൾ ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വർഷങ്ങളായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഒരു ചരിത്ര നിമിഷമായിരുന്നു ഇന്ന്. രാവിലെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് വിരാമമായി നമ്മുടെ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാതൊരു ആനന്ദമായിരുന്നു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഭക്തജന തിരക്കായിരുന്നു. രാവിലെ ഗീത് രാമായണം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്രാണപ്രതിഷ്ഠ ലൈവായിട്ട് ഇവിടെ സ്ക്രീനിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ഏകദേശം ഒരു 1000-ഓളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര വളപ്പിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ദേവസന്നിധിയിൽ ശ്രീരാമചന്ദ്രന്റെ ഛായാചിത്രത്തിൽ ആരതി ഒഴിഞ്ഞു. വൈകിട്ട് ഇപ്പോൾ സഹസ്ര ദീപാലങ്കാരം നടക്കുന്നു. ഭജന അമൃതം ഗാന പ്രോഗ്രാം നടക്കുന്നു. ഇതിനുശേഷം ഈ ഛായാചിത്രത്തിൽ വീണ്ടും ഇന്ന് ആരതി ഒഴിയുന്ന ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളുടെ സമൂഹത്തിന് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ശ്രീരാമക്ഷേത്രം. കർസേവകരായും അതേപോലെ വർഷങ്ങളായിട്ട് ഈ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി കാത്തിരുന്ന ആയിരക്കണക്കിന് GSB സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കാരായ. ശരി രേഷ്മ, രാമഭക്തർക്ക് അവരുടെ സന്തോഷം പങ്കുവച്ചാൽ എത്ര പറഞ്ഞാലും മതിയാകില്ല. അത്രത്തോളം വൈകാരികമാണ് രാമനും രാമമന്ത്രവും ഒക്കെ മലയാളികളുടെയും ഭക്തരുടെയും ഒക്കെ മനസ്സിൽ അങ്ങനെ കുടിയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര പറഞ്ഞാലും അവർക്ക് മതിയാവില്ല. രാമനാമം ജപിക്കാത്ത, രാമമന്ത്രം ഒരിക്കലെങ്കിലും പറയാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല.